ഒരിക്കൽ ഈ മുല്ല നസറുദ്ദീനും സുഹൃത്തു കൂടി ഒരു ചന്തയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു ശൈഖ് നിന്ന് ഭയങ്കരമായിട്ടുള്ള ദൈവപ്രഘോഷണം നടത്തുന്നത് കണ്ടു. മുല്ലയും സുഹൃത്തൂടെ അവിടെ കയറിയിരുന്നു. എന്താണ് ഇയാൾ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം പറയാണ്, ദൈവം എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചു, അവർക്ക് വേണ്ടതെല്ലാം ഒരുപോലെ കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം പകുത്ത് നൽകി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭാഷണം തുടർന്നു. പ്രഭാഷണ മധ്യത്തിൽ ഒരു കുരങ്ങനും അതിൻ്റെ കുഞ്ഞും എല്ലാം കൂടി ഒരു കുടുംബസമേതം വന്ന് ഈ ഏരിയയിലേക്ക്. പെട്ടെന്ന് തന്നെ മുല്ല നസറുദ്ദീൻ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കടല വാങ്ങിയിട്ട് അതൊരു പൊതിയായിട്ട് ഈ പറഞ്ഞ അച്ഛൻ കുരങ്ങിന് ഇട്ട് കൊടുത്തു. അച്ഛൻ കുരങ്ങ് എന്താ വെച്ചാൽ അത് വലിച്ച് പൊട്ടിച്ച് കുറച്ചെല്ലാം എടുത്ത് തിന്നു. അമ്മ കുരങ്ങ് എടുത്ത് തിന്നു, ബാക്കിയെല്ലാം വലിച്ചെറിയുകയൊക്കെ ചെയ്തു. ഈ കുട്ടി കുരങ്ങന്മാർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് കളി കണ്ട ആൾക്കാരെല്ലാം മുല്ല നസറുദ്ദീൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. ഈ ശൈഖിന് ദേഷ്യം വന്നു. ശൈഖ് പറഞ്ഞു, എന്ത് വൃത്തികേടാ നസറുദ്ദീൻ കാണിക്കണം, ഞാൻ ദൈവപ്രഘോഷണം നടത്തി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ, നല്ലത് കൊടുക്കുമ്പോൾ നീ എന്ത് പണിയെ കാണിക്കുന്നു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞത് തിയറിയാണ്, അതിൻ്റെ പ്രാക്ടിക്കൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. കാരണം താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഞാൻ ഈ കൊടുത്ത കടലകളൊക്കെ തന്നെ ആർക്ക് പങ്കിട്ട് കൊടുത്തേനെ? അമ്മ കുരങ്ങ് അല്ലെ അച്ഛൻ കുരങ്ങ് മക്കൾക്കും കൊടുത്തേനെ. അവരവരുടെ കാര്യം നോക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. അപ്പോൾ താങ്കളുടെ പറഞ്ഞ തിയറികൾ ശരിയാണോ എന്ന് പരീക്ഷിച്ചറിയുകയാണ് ഞാൻ ചെയ്തത്. എല്ലാവരോടും ചിരിച്ചു എന്നാണ് കഥ. നിങ്ങൾ നോക്കിയാൽ മതി, ഏത് മതത്തിൻ്റെയും മതിലുകളിൽ നന്നായിട്ട് കളറടിച്ചിട്ട് അതിൽ കുറച്ചേറെ വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ വാക്യങ്ങളൊക്കെ തന്നെ അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതായിരിക്കില്ല. അത് അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എഴുതി വെക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാർഗമുണ്ട്. കാരണം എല്ലാ മീഡിയയും തലക്ക വരുന്നുണ്ടാവും. മീഡിയ വന്ന് നിങ്ങളുടെ വീട് വളഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന സഹായം ചെയ്യാനുള്ള ആൾ വലിയൊരു വണ്ടിയിൽ വന്നിറങ്ങും. മൊത്തം കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ എടുത്ത് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് അവർ തിരിച്ചു പോകുന്നുണ്ടാവും. ഇതാണ് ഇന്നത്തെ സഹായം എന്ന് പറയുന്നത്. അതാണ് അന്ന് മുല്ല നസറുദ്ദീൻ തെളിയിച്ച ഒരു സത്യം. അതുകൊണ്ട് പുസ്തകങ്ങളിലും മതിലുകളിലും എഴുതി വെക്കുന്ന കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇനി നമുക്ക് ആവശ്യം. അതല്ലേ നമ്മുടെ ആവശ്യം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.